നമസ്കാരം. തിയേറ്ററിന് ശേഷം ഇപ്പോൾ OTT വന്നിരിക്കുന്ന ഒരു തെലുഗു ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് സ്ട്രീം ചെയ്യുന്നത്. മംഗളവാരം. മലയാളം ഡബ്ബ് കൂടെ ലഭ്യമാണ്. ഡബ്ബിംഗ് അത്ര മികച്ചതായി എനിക്ക് അനുഭവപ്പെട്ടില്ല. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത് അജയ് ഭൂപതിയാണ്. പായൽ രാജ്പൂത്, നന്ദിത ശ്വേത, ദിവ്യ പിള്ളൈ, ചൈതന്യ കൃഷ്ണ, രവീന്ദ്ര വിജയ് തുടങ്ങിയവരൊക്കെയാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഷൈലു, രവി എന്നീ കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. പിന്നീട് കഥയുടെ പ്രസന്റിലേക്കും വരുന്നു. ആ ഗ്രാമം, അവിടുത്തെ വ്യത്യസ്തരായ ജനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അങ്ങനെയൊക്കെയായി ആ സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും വൈകാതെ പ്രധാന സംഭവത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ഒരു ചൊവ്വാഴ്ച നാട്ടിലെ ചുവരിൽ രണ്ടുപേരെ പറ്റി എഴുതിയിട്ടത് കാണുന്നു. അവർ തമ്മിൽ അവിഹിതമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരതിങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നു. വൈകാതെ അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു ആ പറഞ്ഞ രണ്ടുപേരും മരിക്കുകയും ചെയ്തു എന്നുള്ളത്. തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്നതും കാര്യങ്ങളുമൊക്കെയാണ് മംഗളവാരം എന്ന സിനിമ പറയുന്നത്. മിസ്റ്ററി നിലനിർത്തി തന്നെ ഈ സൂപ്പർ നാച്ചുറൽ സംഭവങ്ങൾക്കുള്ള സാധ്യതകളുമൊക്കെ ആയിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ചുരുക്കി സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആവശ്യത്തിന് ട്വിസ്റ്റും കാര്യങ്ങളുമൊക്കെയായി എൻഗേജിംഗ് ആയി പോകുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് മംഗളവാരം അനുഭവപ്പെട്ടത്. ഇതിൽ രസകരമായി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രാമത്തെ സംവിധായകൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലാണ്. വ്യത്യസ്ത ആൾക്കാരും അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെയായി നാടോടി കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് നമുക്ക് സിനിമ കാണുമ്പോൾ ലഭിക്കുന്നുണ്ട്. വിഷ്വൽസും രസകരമായിട്ട് തോന്നി. പശ്ചാത്തല സംഗീതവും കൊള്ളാം. പ്രകടനത്തിൽ എടുത്തു പറയേണ്ടുന്നത് ഷൈലു എന്ന കഥാപാത്രമായിട്ട് എത്തുന്ന പായൽ രാജ്പുത്തിൻ്റെതാണ്. ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രം കൂടെയാണ്. കൺവിൻസിംഗ് ആയി തന്നെ അത് സിനിമയിലുടനീളം ചെയ്തിട്ടുമുണ്ട്. എന്താണ് സംഭവം എന്നറിയാനുള്ള ആകാംക്ഷ ആദ്യ പകുതിയിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്ത് അല്പം വീക്ക് ആവുന്നുണ്ട്. അവസാനത്തോടെ എടുക്കുമ്പോഴാണ് പിന്നീട് ചിത്രം വീണ്ടും ഒന്ന് ട്രാക്കിലാവുന്നത്. തമാശ കൊണ്ടുവരുന്നൊന്നും അത്ര രസം തോന്നിയിട്ടേ ഇല്ല. മിക്കതും പാളിപ്പോകുന്ന അവസ്ഥ തന്നെയായിരുന്നു. വെറുതെ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നല്ലാതെ തമാശയൊന്നും ലഭിക്കുന്നില്ല. മൊത്തത്തിലൊരു ടൈം പാസ് ചിത്രം എന്ന നിലയിൽ മംഗളവാരം പരിഗണിക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. ആ ഗ്രാമത്തിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്, പിന്നെ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ട് പോകുന്ന ഒരു കഥ, വലിയൊരു സാധ്യത ഉണ്ടായിരുന്ന പശ്ചാത്തലമാണെങ്കിലും ഒരു ഡെപ്ത് ഇല്ല എന്നതും ചിത്രം നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ട്വിസ്റ്റുകൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊരു മെസ് ഫീലാണ് നൽകുന്നതും. എൻഗേജിംഗ് എന്നതിനപ്പുറത്തേക്ക് എവിടെയും എക്സൈറ്റിംഗ് ആയും ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.